ഞാൻ ഡോക്ടർ എ സഫിയ ബീവി, റിട്ടയർഡ് പ്രിൻസിപ്പൾ ആൻഡ് റിട്ടയർഡ് DD കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊരു വാർത്തയുണ്ട്. 2 ദിവസമായിട്ട് ഒരു അധ്യാപികയെ ക്ലാസ്സിൽ കയറി ഒരാൾ കുത്തിക്കൊന്നു, പ്രണയപ്പക മൂലം. അതിൽ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടും ഞാനിവിടെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. പ്രണയപ്പക മൂലം ഒരു അധ്യാപികയെ കുത്തിക്കൊന്നു എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പെൺകുട്ടിയുടെ ജീവിതം നഷ്ടം, ആ യുവാവിൻ്റെ തുടർ ജീവിതം ശിക്ഷയിലേക്കും നീങ്ങുന്നു. ഇഷ്ടം, സ്നേഹം, പ്രണയം എല്ലാം ഇരു കൂട്ടർക്കും പരസ്പരം ഉണ്ടായാൽ മാത്രമേ ജീവിതം സക്സസ് ആകൂ. പെൺകുട്ടിക്ക് ഒരു താല്പര്യവും ഇല്ലെന്നും വീട്ടുകാരും ബന്ധുക്കളും ഇടപെട്ട് പയ്യനെ ഉപദേശിച്ചതായും മനസ്സിലാകുന്നു. പിന്നെയും എന്തിനാണ് അവൻ അവളെ പ്രതീക്ഷിക്കുന്നത്? മനസ്സിനിണങ്ങിയ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി സ്വന്തം ജീവിതം ഭദ്രമാക്കാനും കരുപ്പിടിപ്പിക്കാനുമല്ലേ അവൻ പരിശ്രമിക്കേണ്ടിയിരുന്നത്? ജീവിത നൗക തുഴയാനും മറുകര വിജയകരമായി അടുക്കാനും പരസ്പരം സൗഹൃദവും സഹകരണവും വിശ്വാസവും സ്നേഹവും കൂടിയേ തീരൂ എന്നിരിക്കെ തീരെ താല്പര്യമില്ലാത്ത ഒരാളെ പ്രതീക്ഷിച്ചത് ശരിയായില്ല. അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛനമ്മമാരോടോ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവരാരെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി അവനെ രക്ഷിക്കുമായിരുന്നു. സുഹൃത്തുക്കൾക്ക് ഒരാളെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിൽ വലിയ റോളുണ്ട്. ഒരാൾ നേരിടുന്ന പ്രശ്നം ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പ്രണയം നഷ്ടത്തിൽ കലാശിച്ചതിന് സുഹൃത്തുക്കൾ അവനെ കളിയാക്കി. പകമൂത്ത് അവൻ നേരെ പോയത് കുറ്റകൃത്യത്തിലേക്ക്. പഴയകാലത്ത് പ്രണയം പരാജയപ്പെട്ടാൽ അവശകാമുകനോ കാമുകിയോ ഒക്കെ ആയിട്ട് ശിഷ്ടജീവിതം നയിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. സാമൂഹ്യമാറ്റം ഇന്ന് പ്രണയനൈരാശ്യം കൊണ്ട് ആത്മഹത്യയേക്കാൾ കൂടുതൽ പകപോക്കൽ, വൈരാഗ്യം, കൊലപാതകത്തിൽ കലാശിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇമ്പാക്റ്റ്, വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വ്യത്യാസം, മൂല്യത്തകർച്ച, തൊഴിലില്ലായ്മ എന്നിവ ഒരു പരിധിവരെ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ആഗ്രഹിച്ചത് കിട്ടാതെ വന്നാൽ, ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെങ്കിൽ, നഷ്ടങ്ങളിൽ ദോഷങ്ങളിലൊക്കെ നാം ആശ്രയിക്കുന്ന ചില വചനങ്ങളുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എല്ലാം ഒരാൾ കാണുന്നുണ്ട്. ദൈവം കാക്കും, അല്ലെങ്കിൽ മറ്റെന്തോ നല്ലത് വരുന്നു. അത് തട്ടിമാറി. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ മുതിർന്നവരുടെ കാരണവന്മാരുടെയൊക്കെ ഉപദേശം, ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് സ്വീകാര്യമല്ല. എല്ലാം പഴഞ്ചൻ എന്നൊരു തോന്നൽ. സോഷ്യൽ മീഡിയ മാത്രം ആശ്രയം. ക്ഷമ, സഹനശക്തി, സഹിഷ്ണുത, വരുംവരായികകൾ, മുൻപിന്നോട്ടം, ഭവിഷ്യത്ത്, എന്ത് നേട്ടം എന്ത് കോട്ടം ഒന്നും പരിഗണിക്കുന്നില്ല. സങ്കുചിത മനസ്ഥിതിയിൽ സ്വയം ഇടറി വീഴുന്നു. യുവജനത ഒന്ന് ചിന്തിക്കണം. ഓരോരുത്തരും ഈ നാടിൻ്റെ സമ്പത്താണ്. ഓരോ കുടുംബത്തിനും സപ്പോർട്ട് ആകേണ്ടവരാണ് നാം. ഓരോരുത്തരും കൂടിച്ചേരുന്ന സമൂഹം നല്ല വാക്കും നല്ല പ്രവൃത്തിയും സംഭാവന ചെയ്താലേ നാട് നന്നാവും. ജന്മം കിട്ടിയ നമുക്ക് ഓരോരുത്തർക്കും ഒരു കർമ്മമുണ്ട്, ഒരു ധർമ്മമുണ്ട്, ഒരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്. സ്വന്തം കുടുംബത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ നാം ഓരോരുത്തരും സ്വയം നന്നായാൽ വീട് നന്നാകും. അതുവഴി നമ്മുടെ നാടും നന്നാകും.